ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ജാഅൽ ഹഖ് വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂക. പ്രിയ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങൾക്കുള്ളൊരു അവസരമാണിത്. സത്യം മനസ്സിലാക്കുവാനും സത്യത്തിന്റെ കൂടെ നിൽക്കുവാനും, അതെ, ഈ സംവാദം നേർക്കുനേരെ കേട്ടവർക്കും ഇനി കേൾക്കാനിരിക്കുന്നവർക്കും റബ്ബിന്റെ അനുഗ്രഹത്താൽ ഈ സംവാദം ഒരു കാരണമായിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു തേടുന്ന, അതുകൊണ്ട് പണമുണ്ടാക്കുന്ന ഒരുപാട് പുരോഹിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അതിന്റെ വക്താക്കളായിക്കൊണ്ട് ഇവിടെ വന്ന മുസ്ലിയാക്കന്മാർ ഇവിടെ കൊണ്ടുവന്ന് വായിച്ചത് എന്തൊക്കെയാണ്, അതിനൊക്കെ കൃത്യമായി ഞങ്ങളുടെ സഹോദരങ്ങൾ കിതാബുകൾ വെച്ചുകൊണ്ട് ഖണ്ഡിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിയാർ പി കെ എം ബഷീറേ, സുഹൈൽ യൂസഫേ, ഇങ്ങനെ കുറെ നാടകം കളിച്ചു, കുറെ തക്ബീർ വിളിച്ചു, കുഞ്ഞാടുകളും. അതല്ലാതെ ഞങ്ങൾ കൊണ്ടുവന്ന കിതാബുകളിലെ ഇബാറത്തുകൾ നിങ്ങളുടെ മൂത്താപ്പമാരായിട്ടുള്ള ജസരിയുടെ, അതുപോലെ തന്നെ നിങ്ങളുടെ മൂത്താപ്പമാരായിട്ടുള്ള തൂസിയുടെ കിതാബ്, ഇതുപോലെയുള്ള നിരവധി സുബുക്കിയുടെ കിതാബ്, ഇതിൽ നിന്നുള്ളൊക്കെ ഇബാറത്തുകൾ ഉദ്ധരിച്ചിട്ട് കാമാൻ ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞോ? ഇവിടെ അന്നബിയു ഔലാബിൽ മുഅ്മിനീൻ ആയത്തോതി. പണ്ട് ഈ നാട്ടിലൊരു പരിപാടി ഉണ്ടായിരുന്നു, അയാമിന്റെ പഠിക്കൽ കൂടി പൂത്തും പണ്ടി ജാത്താഹെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അന്നബിയു ഔലാബിൽ മുഅ്മിനീൻ ഒരു കഷ്ണം എടുത്ത് മറ്റേ വേറൊരു കഷ്ണം എടുത്ത് എന്നിട്ട് എങ്ങനെ നിന്നിട്ട് പറയാം ആയില്ലേന്ന്. എവിടെടോ അതിൽ ഔഭൗതികം? എവിടെ? നിങ്ങൾ ഉദ്ധരിച്ച കിതാബുകളിൽ എവിടെ? നിങ്ങൾ ഉദ്ധരിച്ചോ? ഇല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. ഇലാ യൗമിൽ ഖിയാമ കഴിയില്ല. പിന്നെ ഇവിടെ കൊണ്ടുവന്ന വലിയ തെളിവെന്താ? സ്വർഗം ചോദിച്ചു. അതിനാണ് ഇവിടെ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ? ഇസ്തിഗാസക്ക് വതലില്ലേ? എന്താണ് വതലില്ലേ? ആ ഇമാമിന്റെ കിതാബ്, അത് സൂബുക്കിയുടെ ശിഫാഉ സക്കാം ഒന്ന് പഠിച്ചു നോക്കി. ആ ശിഫാഉ സക്കാമിലാ പറയുന്നത് അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് സ്വർഗം ചോദിച്ചതിന്റെ ഉദ്ദേശം, സ്വർഗം അത് സഹിയാണെങ്കിൽ, നിങ്ങൾ ഉദ്ധരിച്ച ഹദീസുകളൊക്കെ സഹിയാണെങ്കിൽ, ഇനി ഉദ്ധരിക്കാൻ നിങ്ങൾ വിട്ടുപോയ ഹദീസുകളും സഹിയാണെങ്കിൽ അതിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടലാണ് എന്ന് ആരാ പറയുന്നത്? നിങ്ങളുടെ മൂത്താപ്പ സുബക്കി. മനസ്സിലായോ? ശിഫാഉ സക്കാമിൽ പറയുന്നതാണത്. അപ്പോ അതാണ് നമുക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ വാദങ്ങളെ മുഴുവനും അതുകൊണ്ട് ഞങ്ങൾ ഗണ്ണിച്ചിരിക്കുന്നു. നിങ്ങൾ അൽബാനിയുടെ കിതാബ് കൊണ്ടുവന്നാലും അതെ, അത് സഹിയാണെങ്കിൽ തന്നെ അതാ അതിന്റെ ഉദ്ദേശം ഇൻകാന സഹീഹൻ, അതിന്റെ ഉദ്ദേശം ദുആ ചെയ്യാൻ പറയലാണ് എന്ന് നിങ്ങളുടെ മൂത്താപ്പ സൂബിക്ക് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ വാദം വെള്ളത്തിലായിരിക്കുന്നു. പിന്നെ വളരെ കൃത്യമാണ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ, അതെ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1400 കൊല്ലം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 1400 കൊല്ലം കഴിഞ്ഞ് ജീവിക്കുന്നവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ അവതരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ഒക്കെ കൃത്യമായി നേർക്കുനേരെ നോക്കി കണ്ടുപോയിട്ടുള്ള ഒരു സമൂഹം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമൂഹം ഒരുപാട് കാര്യങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടത്തിലും അതിനുശേഷവും ആ സമയങ്ങളിൽ ഒന്നും തന്നെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ അഭൗതികമായ മാർഗത്തിലുള്ള നല്ലോണം പഠിച്ചു വെച്ചോളിങ്ങൾ. ആ രീതിയിലുള്ള ഒരു സഹായത്തേട്ടം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നേർക്കുനേരെ ദീൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയ സഹാബത്ത് ഒരു സന്ദർഭത്തിലും ചെയ്തിട്ടില്ല.
ആ സഹാബത്തിന്റെ വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റബ്ബ് തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, ഫൈനാമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. അവിടെയാണ് സന്മാർഗമുള്ളത്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. അതെ, ആ സഹാബത്ത് ഒരു ഉദാഹരണം കേട്ടോ, ഇവിടെ വിഷയാവതരണത്തിൽ പറഞ്ഞു. കൂടാതെ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ സ്വന്തം പുത്രി ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, സലീനി മോളെ, യാ ഫാത്തിമത്ത് ബിൻത് മുഹമ്മദ് അൻഖിദി നഫ്സകി മിനന്നാർ. അതെ, ആ ഭൗതികമായതാണ്. അതുകൊണ്ടാ അൻഖിദി നഫ്സകി മിനന്നാർ. അതെ, നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് കാത്തുമോളെ, വാപ്പാക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. സലീനി മിൻ മാലി, എന്റെ സമ്പത്തിൽ നിന്ന് ചോദിച്ചോ, ഭൗതികം. നല്ലോണം പഠിച്ചു വെച്ചോ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത കാലഘട്ടത്തിൽ മോള് ഫാത്തിമയോട് പറയുകയാണ്, മോളെ വാപ്പാടെ സ്വത്തിന് ചോദിച്ചോ, പക്ഷെ മരിച്ചു പോയാൽ നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ എനിക്ക് കഴിയില്ല കേട്ടോ. ചോദിക്കാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. നിങ്ങൾ കടം ചോദിക്കാന്നല്ല പറഞ്ഞു, ആ തരികളൊക്കെ വിടി, നാട്ടുകാരൊക്കെ കടം മേടിച്ചാണ്ട് കൊടുത്തോളേണ്ടി, നബി വരുന്നൊന്നും പറഞ്ഞിട്ട് നിൽക്കണ്ട. ജാറത്തിന്റെ കെട്ടിയിട്ട് ജനങ്ങളെ കൊണ്ട് ഇസ്തിഹാസന്റെ പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ശിർക്ക് ചെയ്യിച്ചുകൊണ്ട് നിങ്ങൾ കാശുണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഹദീസും പറഞ്ഞിട്ട് നാട്ടുകാരെ കായ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നടുമുള്ളു മുറിയും, കായ കൊടുത്തോളേണ്ടി. അപ്പോ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, അതേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട്, അതെ മരിച്ചുപോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ശേഷമതാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനന്തര സ്വത്ത് കിട്ടണം. ആരോടെ ചോദിച്ചത്? നബിയോട് ചോദിച്ചോ? നിങ്ങളെ വിശ്വാസമാണെങ്കിൽ നേരെ പോയി ചോദിക്കണ്ടേ? ഇല്ല, അന്ന് ജീവിച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. മനസ്സിലാക്കണം, അഭൗതികം, അവിടെയാണ് അഭൗതികം വരുന്നത്. അബൂബക്കർ സിദ്ദീഖിനോട് ചോദിച്ചു. അതെ, ആ സഹാബത്തിന്റെ വിശ്വാസമാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അവിടെയാണ് സന്മാർഗമുള്ളത്. അതെ, ആ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനാണ് ഞങ്ങളുടെ സഹോദരൻ സുഹൈൽ യൂസഫ് ടിക്കറ്റ് എടുത്ത് വന്നത്. മനസ്സിലായോ? അതിന് നിങ്ങളെ അതിൽ എത്ര ഉറുപ്പ്യ ചെലവായാലും ഞങ്ങൾക്കതിൽ പ്രശ്നമല്ല. നിങ്ങൾക്ക് പൈസ നാട്ടുകാരൊക്കെ കടം പേടിച്ചാൽ നബി വരും പറഞ്ഞിട്ട് പറയാ, ഞങ്ങളത് പറയണവരല്ല. മനസ്സിലായോ? ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ പേരും പറഞ്ഞുകൊണ്ട്, ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നവരാണ്. അതിന് നിങ്ങൾ പല കുപ്രചരണങ്ങളും നടത്തും, തട്ടിപ്പുകളും നടത്തും. അതാണ് മുല്ലാ അലിയുൽക്കാരി പറഞ്ഞത്. കൊണ്ടുവരും എന്ത്? അഥവാ എന്തെങ്കിലും കൊണ്ടുവന്നാലോ അതൊക്കെ കള്ള ഹദീസാവും, ഇല്ലെങ്കിലോ ദുർവ്യാഖ്യാനമാകും. അതാണ് ഇവിടെ നടന്നത്. അതല്ലേ അന്നബിയ്യു ഔലാബിൽ മുഅ്മിനീൻ, ആരാണോടോ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മരണപ്പെട്ടു പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കടം വീട്ടാൽ നബിയെ എന്നെ സഹായിക്കണേ എന്ന് തേടാമെന്ന് ആര് പഠിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോ എത്രയോ തവണ ചോദിച്ചു. ഒരു ചോദ്യം തന്നെ പോരെ, നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ അയാമിന്റെ പടിക്കൽ കൂടി പോത്തുംപണ്ടി ജാത്താഹ എന്ന് പറഞ്ഞ പോലെ കഷ്ണ ഒപ്പിക്കലല്ലാതെ നിങ്ങൾക്ക് പറ്റില്ല. അതാണ് മുല്ലാ അലിയുൽക്കാരും പറഞ്ഞത്. എന്ത് ദുർവ്യാഖ്യാനം? കിതാബോധി പഠിക്കാൻ നിങ്ങളെന്തേ ഇതാ കുഞ്ഞീത് മദനി പറഞ്ഞിരിക്കുന്നു, മറ്റവര് പറഞ്ഞിരിക്കുന്നു, അല്ലേ? ആ ബുക്കൊക്കെ, ആ മലയാള ബുക്കെങ്കിലും ഒന്ന് വായിച്ചൂടെ? ഞങ്ങൾ ഇവിടെ നോക്ക്, ഒരൊറ്റ മലയാള കിതാബുമല്ല കൊണ്ടുവന്നത്. നിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമിങ്ങളുടെ കിതാബുകൾ നിങ്ങൾ എപ്പോഴും സുസൂക്കിനി ഒക്കെ എടുക്കല്. ആ സുസൂക്കിന്റെ കിതാബ് തന്നെയത്. മനസ്സിലായോ? അതുപോലെയുള്ള കിതാബുകളിൽ നിന്നാണ് ഞങ്ങൾ ഉദ്ധരിച്ചത്. വളരെ കൃത്യമായി. പിന്നെ കുഞ്ഞീത് മാതിരി അങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. നല്ല നെയ്യത്തോടുകൂടി ഹലാലായ മാർഗത്തിലൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ല നെയ്യത്തോടുകൂടി കുഞ്ഞീത് മന്ദനിയുടെ ബുക്ക് വായിച്ചാലും കുറെ നന്നാവുങ്ങൾ. അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതി. ആമയൂർ അബ്ദുൽ സുലൈമിയുടെ കുറച്ചുകൂടി കനക്കുള്ള കിതാബ. അതുകൊണ്ട് അത് മാത്രം താങ്ങാനുള്ള വകുപ്പ് നിങ്ങളിലില്ല. അതുകൊണ്ടാ നിങ്ങൾ ആ തെഞ്ചാനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്ന് കളിച്ചോളി. അപ്പോ പറയാനുള്ളത് അള്ളാഹുവിന്റെ ദീനിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികളുടെയും മാർഗമെന്ന് പറയുന്നത് ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വസുബ്ഹാനല്ലാഹ്.
ഓ സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. അതെ, അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൻപറ്റിയ അനുയായികളുടെയും സ്വഭാവമാണ് അവിടെ വിശദീകരിക്കുന്നത്. എന്താണ് ആ സ്വഭാവം? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നവർ അലാ ബസീറത്തിൻ, കീറവാറോലകളുടെ അടിസ്ഥാനത്തിലല്ല, ബസാറത്തോടുകൂടി വിശുദ്ധ ഖുർആനിന്റെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അത് ഞങ്ങൾ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു സാക്ഷിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.